എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിനും ഫീമെയിൽസിനും അഗ്നിവീർ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അഗ്നിവീർ വായു ഇൻടേക്ക് 01/2027. ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് 12 ജനുവരി. വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ മുതൽ ജനുവരി 12 മുതൽ ഫെബ്രുവരി 1 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. മാർച്ച് മാസം 30 മുതൽ 31 വരെയാണ് എക്സാമിൻ്റെ ടൈമും പറയുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും കേട്ടോ. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കുക. നല്ലൊരു ബുക്ക് തന്നെയാണ്. ഇതിലാദ്യം പറയുന്നത് ഏജ് ലിമിറ്റാണ്. ജനുവരി 1, 2006 മുതൽ ജൂലൈ 1, 2009 വരെ ജനിച്ചവർക്ക്, ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏജ് ഓഫ് ക്രൈറ്റീരിയ മനസ്സിലായി. മെഴ്ഷർ സ്റ്റാറ്റസ് അൺമാരീഡ് ആയിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻ സയൻസ് സബ്ജക്റ്റ് വരുന്നുണ്ട്, അതർ ദാൻ സയൻസ് സബ്ജക്റ്റും വരുന്നുണ്ട്. ഗ്രൂപ്പ് വൈ, ഗ്രൂപ്പ് എക്സ്. സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ പേര് പോലെ തന്നെ +2 സയൻസ് വേണം. 50% നിങ്ങൾക്ക് ടോട്ടൽ മാർക്കും പിന്നെ ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് 50% മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ +2 സയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് സയൻസ് സബ്ജക്റ്റാണ്. ഇനി അതർ ദാൻ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് +2 എനി സ്ട്രീം ഏതെങ്കിലും ഒരു +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് ഇംഗ്ലീഷിലും പിന്നെ ടോട്ടൽ മാർക്കും നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അപേക്ഷ അയക്കാൻ ഹൈറ്റ് വേണ്ടത് ആൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്ററും പെൺകുട്ടികൾക്ക് 152 തന്നെയാണ്. വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. ചെസ്റ്റ് മെയിൽസിന് മിനിമം ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടായിരിക്കണം. പിന്നെ ഫീമെയിൽസിന് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. ഹിയറിംഗ് ടെസ്റ്റ്, ഡെൻറ്റൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മെഡിക്കലിൽ കറക്റ്റായിട്ട് തന്നെ നടത്തുന്നുണ്ട്. സാലറി പാക്കേജ് നമുക്കറിയാം. അഗ്നിവീർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 30,000 രൂപയായിരിക്കും ശമ്പളം. സെക്കൻഡ് ഇയർ 33,000, പിന്നെ 36,500, 40,000. അങ്ങനെ 4 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. 10.04 ലാക്ക് നിങ്ങൾക്ക് സേവാനിധി പാക്കേജായിട്ട് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടും. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം എക്സാം ആയിരിക്കും. ഓൺലൈൻ എക്സാമാണ്. 60 മിനിറ്റിൻ്റെ ഒരു പരീക്ഷ. സയൻസ് സബ്ജക്റ്റ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് ആയിരിക്കും സിലബസ് വരുന്നത്. +2 ലെവലായിരിക്കും നിങ്ങൾക്ക് എക്സാം. ഇനി അതർ ദാൻ സയൻസ് ആണെങ്കിൽ 45 മിനിറ്റാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത്. ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് സിലബസ്. ഇനി സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും ആണെങ്കിൽ 85 മിനിറ്റാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത്. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് സിലബസ്. ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്കായിരിക്കും. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിൽ ഇവൻറ്റുകൾ കാണാം. 1600 മീറ്റർ 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 7 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 8 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഓടിക്കേറിയാൽ ആ ഒരു ഇവൻറ്റ് നിങ്ങൾ പാസ്സാവും. പിന്നെ 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാട്സും നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ എടുക്കണം. പിന്നെ ഗേൾസിന് 10 സിറ്റപ്പും സ്ക്വാട്സും വരുന്നുണ്ട് 10 എല്ലാത്തിനും ഓരോ മിനിറ്റാണ് ടൈം കിട്ടുന്നത്, മാക്സിമം ടൈം. ഇതെല്ലാം കഴിഞ്ഞ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ എക്സാമും നടത്തും. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അവിടെ കിട്ടും. രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. എക്സാമിനേഷൻ ഫീസൊക്കെ വരുന്നുണ്ട്. 550 രൂപ + GST ആണ് ഫീസ്. നോൺ റീഫണ്ടബിൾ ആണ്. എല്ലാവരും 550 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൻ്റെ അപേക്ഷ അയക്കാനുള്ള ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി മാസം 1. ജനുവരി 12 മുതൽ ഫെബ്രുവരി 1 വരെയാണ് നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക. അപ്പോൾ എലിജിബിൾ ആയവർ അപേക്ഷ അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.